നമസ്കാരം. സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് 122 ദിവസം കഴിഞ്ഞു. ദുരന്തബാധിതർക്ക് ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, അവരെ ഭരിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷയുള്ള ഒരു നീക്കവും കാണാനുമില്ല. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരിതം കണ്ടിട്ടും കേന്ദ്രത്തിന്റെ സഹായഹസ്തങ്ങൾ ഇപ്പോഴും കെട്ടിപ്പൂട്ടി വച്ചിരിക്കുകയാണ്. സംസ്ഥാനമാകട്ടെ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാനാകാതെ കോടതിയിൽ നിന്ന് വിയർക്കുകയും ചെയ്യുന്നു. ആരാണ് ഉത്തരവാദി? എന്താണ് പരിഹാരമാർഗം? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നതിൽ ഒരു തർക്കവുമില്ല. സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുകയാണ്. കണക്കുകൾ പിഴയ്ക്കുന്നുവോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് PM നിയാസ്, CPM-ൽ നിന്ന് VK സനോജ്, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ്. ഞാൻ ആദ്യം പോകുന്നത് VK സനോജിലേക്കാണ്. സനോജ്, കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാത്തതിനെക്കുറിച്ച് നമുക്കറിയാം. അതേക്കുറിച്ച് നമ്മൾ വിശദമായി ഈ ചർച്ചയിൽ തന്നെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ഒരു പുതിയ വിഷയം എന്ന നിലയ്ക്കാണ് ആദ്യത്തെ ചോദ്യം. ഇന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറും STRF അക്കൗണ്ട് ഓഫീസറും അമിക്കസ് ക്യൂറിയുമൊക്കെ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തല താഴ്ത്തി നിന്നത് താങ്കൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. STRF-ൽ എത്ര പണം ഉപയോഗിച്ചു, എത്ര ഇനി ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ഇന്ന് കോടതിയിൽ കഴിഞ്ഞില്ല. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ നിർണായകമാകാൻ പോകുന്ന ഒന്നാണ് ഹൈക്കോടതി ഇടപെടൽ എന്നിരിക്കെ എത്ര ലാഘവത്തോടെയാണ് ഇന്ന് സർക്കാർ പ്രതിനിധികൾ കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടു. നിങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ജനങ്ങൾ, വയനാട്ടുകാർ ന്യായമായും സംശയിക്കില്ലേ ശ്രീ സനോജ്? ഈ ദുരന്തമുണ്ടായ ആ ഘട്ടം മുതൽ കേരളത്തിലെ ഗവൺമെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയും വളരെ ഗൗരവത്തോടും കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ആ ഘട്ടത്തിലൊന്നും ഒരു പ്രതിപക്ഷത്തിനും ഒരാൾക്കും അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ മാത്രം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദുരന്തമുണ്ടാവുന്ന ഘട്ടത്തിൽ അടിയന്തരമായും കേന്ദ്രത്തിന്റെ സഹായം അനിവാര്യമാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഇത്രയും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഈ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി, പുനരധിവാസം നടപ്പാക്കാൻ വേണ്ടി, അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡ പ്രകാരം പ്രത്യേകിച്ച് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് നിരവധി മെമ്മോറാണ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. സനോജ്, ആ വിഷയമൊക്കെ നമുക്കറിയാം. നമ്മൾ അതിലേക്ക് വിശദമായി തന്നെ ചർച്ച പോവുകയും ചെയ്യും. ഞാൻ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ചോദ്യം അതിലേക്ക് വരാം. അതെ, അതിനുശേഷമാണല്ലോ ഒരു കാര്യവും സംസ്ഥാന ഗവൺമെന്റിന് അനുവദിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. അത് വെറുതെ കോടതിയിലേക്ക് എത്തിയതല്ലോ. അപ്പോ കോടതി ഇന്ന് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ ചില രേഖകൾ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷെ കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കാൻ വേണ്ടി സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡിസംബർ 12-ാം തീയതി അതുമായി ബന്ധപ്പെട്ട കോടതി ആവശ്യപ്പെട്ട മുഴുവൻ കണക്കുകളും രേഖകളും സമർപ്പിക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സനോജ്, കഴിഞ്ഞ ദിവസം കോടതി ഇതേ കേസ് പരിഗണിക്കുകയും ഇന്ന ദിവസം ഈ കണക്കുകൾ അവിടെ എത്തിക്കണമെന്നും STRF-ന്റെ അക്കൗണ്ട് ഓഫീസറോട് കണക്കുകൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് അക്കൗണ്ട് ഓഫീസർ അടക്കമുള്ളവർ കോടതിയിൽ വന്ന് നിൽക്കുന്നു. കോടതി ചോദ്യം ഉന്നയിക്കുന്നു. കോടതിയുടെ ചോദ്യം ഈ STRF-ന്റെ എത്ര ഫണ്ട് ഉപയോഗിച്ചു, ഇനി എത്ര ഫണ്ട് ഉപയോഗിക്കാനാകും, ഇന്ന കാര്യങ്ങൾക്ക് എത്ര ഫണ്ട് ഉപയോഗിക്കാനാകും, ഇതുവരെ ഉപയോഗിച്ചതിന്റെ കണക്ക് എവിടെ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ഇനിയും ദിവസങ്ങൾ നീട്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അത് ഡിസംബർ 12-ാം തീയതി അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും കോടതി ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിസംബർ 12 വരെ നമുക്ക് കാത്തിരിക്കാം. കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അതുവരെയുള്ള സമയം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. കോടതിയിൽ ആ സമയത്ത് കൃത്യമായി സമർപ്പിച്ചിരിക്കും.
Yes, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. ശ്രീ പി എം നിയാസ്, ഇപ്പോൾ സനോജ് പറഞ്ഞതനുസരിച്ച് ഡിസംബർ സനോജിലേക്ക് തിരിച്ചു വരാം. പി എം നിയാസ്, ഈ സനോജ് പറഞ്ഞതനുസരിച്ച് ഡിസംബർ 12 വരെ ഇനിയും നമ്മൾ കാത്തിരിക്കണം. നമുക്കറിയാം ഈ കോടതിയുടെ നടപടി, നമുക്കറിയാം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സഹായം ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് കോടതിയിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഏറെ നിർണായകമാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ആ കോടതിയിലാണ് ഇത്തരമൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് വളരെ ലാഘവത്തോടുള്ള സമീപനമായി ആളുകൾ കരുതുകയും ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴും എത്ര പേർ മരണപ്പെട്ടു എന്ന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കണക്കില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ജൂലൈ 30-നാണ് നമ്മുടെ വയനാട് ഈ നമ്മുടെ മുണ്ടക്കയിലും ചുരൽമലയിലും മണ്ണിടിച്ചിലുണ്ടായി, വലിയ ദുരന്തമുണ്ടായി. 400 പേരെ ആളുകൾ മരിച്ചു എന്ന് കണക്കാക്കി. അതിൽ ഇന്നലെ കിട്ടിയ വാർത്ത അനുസരിച്ച് 2 പേരുടെ DNA ടെസ്റ്റ് ഇന്നലെ കിട്ടി. ഇന്നലെ അവരെ തിരിച്ചറിഞ്ഞു. ഇനിയും തിരിച്ചറിയാത്തതായി ഔദ്യോഗിക കണക്ക് പ്രകാരം ബോഡി കിട്ടാത്തതായി 45 പേരുണ്ട്. അനൗദ്യോഗികമായി 100-ലേറെ ആളുകൾ ഉണ്ടാവും കണക്കാക്കിയാണ്. മരണത്തിൻ്റെ കണക്ക് പോലും ഇത്രയും ദിവസമായി നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് അത് വീഴ്ചയല്ലേ? കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും, ഇത്രയും വലിയ ഒരു ആൾനാശമുണ്ടായ ഒരു പ്രദേശം മുഴുവനും ഒലിച്ചുപോയൊരു സംഭവം ഉണ്ടായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി പ്രത്യേകമായി ഒരു ദുരന്ത നിവാരണ പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുവാൻ തയ്യാറായില്ല എന്നതും ഒരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഹൈക്കോടതി കേസ് നിലവിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടെന്താണ്? കേന്ദ്രം തരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും അതുപോലെ തന്നെ പാർലമെൻറ്റിലുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇന്ന് നടന്നത് എന്താണ്? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ ഇന്ന് നടന്നത്? കോടതിക്ക് മുമ്പാകെ, ഗവൺമെൻറ്റിന് മുമ്പാകെ പോട്ടെ, ഗവൺമെൻറ് പറയുന്നു കണക്ക് തന്നിട്ടില്ല. നവംബർ 13-ന് മാത്രമാണ് കണക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്നു. നവംബർ 13 എന്ന് പറയുന്നത് എത്ര മാസം കഴിഞ്ഞിട്ടാണ്? കൊടുത്ത കണക്കിനെക്കുറിച്ച് ഞാൻ ഈ മീഡിയ വേണ്ടി തന്നെ ഞാൻ ചർച്ച ചെയ്താണല്ലോ. 75,000 പേർ ബോഡി ക്രിമേഷന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള കണക്കുകൾ, അത് വാസ്തവമായി യാതൊരു പുലബന്ധമില്ലാത്ത കണക്കുകളാണ് അവതരിപ്പിച്ചത്. അതൊരു വശത്ത്. അപ്പോൾ അമിത്ഷാ പറയുന്നു നവംബർ 13-ന് മാത്രമാണ് കണക്കുകൾ എത്തിച്ചത് എന്ന് പറയുന്നു. ആ അമിത്ഷായുടെ വാക്കുകളോട് താങ്കൾ യോജിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായും അമിത്ഷായുടെ വാക്കുകളല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു. അഫിഡവിറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? നവംബർ 13-ന് മാത്രമാണ് കണക്ക് തന്നിട്ടുള്ളത്. ആ കണക്കുകൾ തന്നെ ശരിയല്ലാത്ത കണക്കുകളാണ്. ഇവിടെ കോടതി ചോദിച്ചൊരു ചോദ്യം വസ്തുതകളല്ലേ? കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും ഒക്കെ സാധാരണക്കാരായ ആളുകൾ നൽകിയത് 582 കോടി രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വയനാടിന് മാത്രമായി ലഭിച്ചത്. ഏതാണ്ട് 1700 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ നിധിക്കുമായി കയ്യിലുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കോടതി മുമ്പാകെ അവർ പറഞ്ഞത് കേന്ദ്രം തന്ന തുകയുടെ സംബന്ധിച്ച് 677 കോടി രൂപ കൈവശമുണ്ട്. അതിൽ എത്ര ചെലവഴിച്ചു, എത്ര ബാക്കിയുണ്ട് എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ട സനോജ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സനോജ് കൂടുതലൊന്നും പറയണ്ട. കണക്കൊക്കെ അവതരിപ്പിക്കാൻ എന്തിനാണ് ഇത്ര താമസം? കോടതിയിൽ നിങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത കണക്ക് കള്ളക്കണക്കാണെന്ന് നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നില്ലേ? അതൊരു എസ്റ്റിമേഷനാണ്, അത് കണക്കല്ല. അത് ഞങ്ങൾ ദുരന്ത നിവാരണ സമിതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു എസ്റ്റിമേഷനാണ്. എന്തിനാ എസ്റ്റിമേഷൻ? ഇത്രയും ദിവസമായി 14 ദിവസം കഴിഞ്ഞ് ഇത് നിങ്ങൾ തെരച്ചിൽ നിർത്തിയില്ലേ? ഇവിടെ എൻ്റെ ജില്ലയിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിനടുത്ത് അർജുൻ എന്നൊരു ചെറുപ്പക്കാരൻ ലോറി മണ്ണിലടിയിലായി ഒരു കർണാടകത്തിൽ മണ്ണിലടിയിലായി വെള്ളത്തിലായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 72 ദിവസം തെരഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലഭിച്ചത്. ഏതാണ്ട് 70 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് ഏകദേശമായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി എത്ര ചെലവഴിച്ചാലും 72 ദിവസം അവിടെ തെരഞ്ഞു, ആവശ്യമായ നടപടി ഉണ്ടാക്കി. എൻ്റെ സനോജിയെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചു, കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവർ വാടകയ്ക്ക് പണം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ താമസിപ്പിച്ചു. 1 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ വാടക കൊടുത്തിട്ടില്ല. 300 രൂപ ജോലി എടുക്കാൻ കഴിയാത്തവർക്ക് 300 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു 1 മാസം കൊടുത്തു, ഇതുവരെ ബാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന അടിയന്തര സഹായം പോലും കൊടുക്കാൻ തയ്യാറാകാതെ 582 കോടി രൂപ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും വിദേശത്തുള്ള ജനങ്ങളുമൊക്കെ നിങ്ങളുടെ ഈ വയനാട് ഫണ്ടിലേക്ക് മാത്രം തന്ന തുക മാത്രം മതിയല്ലോ. അതുപോലും ചെലവഴിക്കാൻ കഴിയാത്ത നിങ്ങൾ
ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു സനോജ്, ഈ ഗവൺമെൻറ് ഈ ഒന്നിനും കൊള്ളാത്ത സർക്കാരായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ ഏറ്റവും പ്രയാസപ്പെട്ട അവസ്ഥയിൽ പോലും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ അവർ കഴിയുന്നില്ല. കണക്ക് കൊടുത്തില്ല. ഇന്നലെ ചോദിച്ചല്ലോ, ഇന്നെങ്കിലും കണക്ക് കൊടുക്കായിരുന്നില്ലേ? കണക്ക് കൊടുക്കുമ്പോൾ 677 കോടി രൂപ കേന്ദ്രം അനുവദിച്ച ഫണ്ട് അതിൽ എത്ര ബാക്കിയുണ്ടെന്ന് ഇന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ ചെലവഴിക്കുന്നത്? ഒന്ന് ക്ലിക്ക് ചെയ്താൽ കേരളത്തിലെ 14 ജില്ലകളിലും എത്ര ചെലവഴിച്ചു, എത്ര ഇൻറ്റന്റ് കൊടുത്തു, എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്, എത്ര കൊടുത്തതുണ്ട് എന്നറിയാമല്ലോ. ആവശ്യം ഈ പറയുന്ന SDRF ഫണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏത് സംസ്ഥാനങ്ങൾക്കും ആവശ്യപ്പെടാതെ ലഭിക്കുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ട് കേരളത്തിൽ ഒന്നാകെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നടക്കുന്ന ദുരന്തങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. വയനാട് പ്രത്യേകമായി ഉപയോഗിക്കാൻ വലിയ ഫണ്ടാണ് ആവശ്യം. ആ ഫണ്ടിന് വേണ്ടിയാണല്ലോ സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ആ ഫണ്ട് നേടിയെടുക്കാനല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്? നൗഫൽ, അങ്ങനെയല്ലേ നൗഫൽ? നൗഫലിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മളത് ശരിയാണ്, ഒക്കെ ശരിയാണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം, ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ കോടതി മുമ്പാകെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് സനോജിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഇവിടെ നമ്മൾ ഈ കേന്ദ്രം നൽകിയ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ വർഷവും വാർഷിക ഗ്രാൻഡ് 96.8 ഇന്ന് 143.6 കോടി രൂപ വയനാടിന് മാത്രമായി ദുരന്ത നിവാരണ ഫണ്ടായി അവർ അനുവദിച്ചു. അതൊക്കെ പോകട്ടെ, അതൊക്കെ വേണ്ട, അവിടെ നിൽക്കട്ടെ. കേരള മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തന്ന 582 കോടി രൂപയുണ്ടല്ലോ, അതിൽ ചെലവഴിക്കാനുള്ള തുക പോലും ചെലവഴിച്ചോ? ഇപ്പോൾ ചെലവഴിക്കാൻ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെലവഴിക്കേണ്ട തുക പോലും ചെലവഴിക്കാതെ നിത്യനിദാനമായി 300 രൂപ കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ നിങ്ങൾ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യം എന്താ? അടിയന്തരമായി സഹായങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് എന്നിട്ടല്ലേ കേന്ദ്രത്തിന് മുമ്പിൽ ഒരു പാക്കേജ് കൊടുത്ത് ഞങ്ങളിതാ ഈ ജൂലൈ 30 നടന്നു, 14 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് നിർത്തി, ഈ തെരച്ചിൽ നിർത്തി, ഇതാണ് ഞങ്ങളുടെ സാഹചര്യം എന്നൊരു 90 ദിവസം കൊണ്ടെങ്കിലും പറയായിരുന്നില്ലേ? എന്തിനാ ഇത്രയും ദിവസം മറുപടി ഉണ്ടാകുന്നു. ഞാൻ ശ്രീ പി കൃഷ്ണദാസിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ കൃഷ്ണദാസ്, നമുക്കറിയാം ഈ ദുരന്തമുണ്ടായിട്ട് ഏകദേശം 120 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിട്ട് 110 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അന്ന് സ്ഥലം സന്ദർശിച്ച അദ്ദേഹം പറഞ്ഞത് ഇതൊരു സാധാരണ ദുരന്തമല്ല. 1979 ഗുജറാത്തിൽ അണക്കെട്ട് പൊട്ടിയുണ്ടായ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച ആ ദുരന്തമാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കേന്ദ്രത്തിൻ്റെ ഒരു അടിയന്തര സഹായം എത്രയും പെട്ടെന്ന് കേരളത്തിന് ലഭിക്കുമെന്ന്. പക്ഷേ ഇതുവരെ ഒരു നയാ പൈസ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായി കേരളത്തിൽ നിൽക്കാൻ താങ്കൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? നൗഫലിന് കേരളത്തിൽ താമസിക്കുന്നതിൽ എന്തെങ്കിലും ലജ്ജ തോന്നുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഏത് ഗവൺമെൻറ്റും ആകട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, ഏത് ഗവൺമെൻറ്റും ആവട്ടെ, നമ്മുടെ സംസ്ഥാനത്തൊരു ജില്ലയിൽ ഒരു ദുരന്തമുണ്ടാകുന്നു. ആ ദുരന്തത്തിന് അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? അപ്പോഴത്തെ സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ട തുക അനുവദിക്കപ്പെടണം. ഈ ദുരന്തമുണ്ടാകുന്നത് 29-ാം തീയതി ജൂലൈ മാസം രാത്രി 30-ാം തീയതിയാണ്, 30/7 അന്ന് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ 392 കോടി രൂപ SDRF ഫണ്ടിലുണ്ട്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 31/7, 1/10, 16/11 ആ ദിവസങ്ങളിലായി സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള ഫണ്ടിൻ്റെ അടക്കം ഉള്ള തുക 782.99 കോടി രൂപയാണ്. അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് നൗഫലിൻ്റെ അറിവിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും? ഇത് നമ്മളൊരു ചർച്ചയാണല്ലോ, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങയുടെ അറിവിൽ സംസ്ഥാന ഗവൺമെൻറ് SDRF ഫണ്ടിൽ നിന്ന് ഈ ചർച്ച നയിക്കുന്ന ആളെന്ന നിലയ്ക്ക് അങ്ങയുടെ അറിവിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും സംസ്ഥാന സർക്കാർ? ആ ഫണ്ടിന്റെ കൃത്യമായ കണക്കാണ് ഇന്ന് കോടതിയിൽ ചോദിച്ചത്. പക്ഷേ ആ കോടതിയിൽ കൃത്യമായി പറയാൻ സംസ്ഥാന കോടതി അവിടെ നിൽക്കട്ടെ. അങ്ങ് കേന്ദ്ര ഗവൺമെന്റ് വലിയ തരത്തിൽ കേരളത്തോട് അവഗണന കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ കണക്കിൽ അല്ല, കേന്ദ്രം കേരളത്തോട് അവഗണന കാണിച്ചു എന്നുള്ളതിന് ഇന്നലെയും തെളിവുണ്ട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വീഴ്ചയടിച്ച തമിഴ്നാട്ടിൽ 944 കോടി രൂപ അടിയന്തരമായി സഹായിച്ച കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ദിവസം കഴിഞ്ഞൊരു സഹായം കൊടുക്കാൻ പറ്റാത്തത്? അങ്ങ് അതിലേക്കാണ് വരുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തമിഴ്നാടിന് കൊടുത്തത് പോലും NDRF ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംസ്ഥാനത്തിന് കിട്ടേണ്ട SDRF ഫണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള തുകയാണ്. 1, 2, ഒരു സംസ്ഥാനത്ത്
L1, L2, L3 3 കാറ്റഗറിയിലാണ് ദുരന്തം ഉണ്ടായാൽ അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുക. ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചും അതോറിറ്റിയുടെ പ്രപ്പോസൽ അനുസരിച്ചും. അതിൽ വയനാട് ദുരന്തം ഏത് കാറ്റഗറിയിൽ വരും എന്ന് ഇതേവരെ സംസ്ഥാന ഗവൺമെന്റിന് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇനി അത് കേന്ദ്രത്തിന്റെ അസസ്മെന്റ് വന്നിട്ട് വേണം അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ എന്നിരിക്കട്ടെ എങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന തുകയിൽ നിന്ന് 145 കോടി രൂപ മാത്രമാണ് നാളിതുവരെ. അങ്ങേക്കത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഞാൻ അങ്ങയോടും ചോദിക്കേണ്ട കാര്യമില്ല, അവൈലബിൾ ആണ്. 145 കോടി രൂപ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് അതിൽ നിന്ന് ചെലവഴിച്ചിട്ട്. അതുകൊണ്ടാണ് ഇന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നത് ബാക്കി 677 കോടി രൂപ ചെലവഴിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വിനിയോഗിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഒരു വീടിന് 1 ലക്ഷം രൂപയാണ് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ. 1 കിലോമീറ്റർ റോഡിന് 75,000 രൂപ മാത്രമേ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ആ മാനദണ്ഡം അനുസരിച്ചുള്ള തുകയല്ലേ ചെലവഴിക്കാൻ പറ്റൂ. ശ്രീ നൗഫൽ അങ്ങ് റവന്യൂ മന്ത്രിയുടെ തരത്തിലേക്കും അങ്ങ് റവന്യൂ മന്ത്രിയുടെ വാക്കുകളിലേക്കും ഇടതുപക്ഷ പ്രതിനിധിയുടെ വാക്കുകളിലേക്കും പോകല്ലേ. അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക്, കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക്, ഈ ചർച്ച നയിക്കുന്ന ആളെന്ന നിലക്ക് അങ്ങക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത്? ബഹുമാനപ്പെട്ട കോടതി എന്ന് അതല്ലേ ചോദിച്ചത്? നിങ്ങളുടെ കയ്യിൽ എന്താണ് ഡാറ്റ? ആ ഡാറ്റ എൻ്റെ കയ്യിലുള്ള ഡാറ്റയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 145 കോടി രൂപ മാത്രമാണ് നാളിതുവരെ ചെലവഴിച്ചത്. ഇനി രണ്ടാമത്തത്, സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് പബ്ലിക്കിൽ നിന്ന് ക്ഷണിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കണക്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. ഇന്നത്തെ കണക്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിരിക്കുന്ന തുക 679.11 കോടി രൂപയാണ്. അതിൽ ചെലവഴിച്ചിട്ടുള്ള തുക 7.65 കോടി രൂപ മാത്രമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അവിടെ നിൽക്കട്ടെ. അത് ഇഷ്ടമുള്ളപ്പോൾ, സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമുള്ളപ്പോൾ, മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഗവൺമെന്റിനും മന്ത്രിമാർക്കും താല്പര്യമുള്ളപ്പോൾ അവർ ചെലവഴിച്ചാൽ മതി. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിന്റെ ഭാഗമായിരിക്കുന്ന തുകയിൽ 50% തുക നിങ്ങൾക്ക് SDRF ഫണ്ടിന്റെ ഭാഗമായിരിക്കുന്ന തുക, NDRFിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള തുക, അത് നിങ്ങൾക്ക് 50% വയനാട്ടിലേക്ക് ചെലവഴിക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബ്ലാങ്കറ്റായി അനുവാദം കൊടുത്തു സംസ്ഥാന ഗവൺമെന്റിന്. എന്ന് പറഞ്ഞാൽ ഏകദേശം 400 കോടി രൂപയോളം ചെലവഴിക്കാം. അതിൽ സംസ്ഥാന ഗവൺമെന്റ് നാളിതുവരെ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്കുള്ള താമസത്തിനുള്ള പൈസ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 രൂപ വെച്ച് കൊടുത്തു എന്ന് പറയുന്ന പൈസ, ഈ തരത്തിൽ തുടങ്ങി നാളിതുവരെ ആകെ ചെലവഴിച്ചിട്ടുള്ള തുക 145 കോടി രൂപയാണ്. ഇത് കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട കോടതി എന്ന് ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ കണക്കുകൾ എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ട് എവിടെ എന്ന് ചോദിച്ചത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാടിന് കൊടുത്ത കാര്യമാണല്ലോ അങ്ങനോട് സൂചിപ്പിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അതാത് സംസ്ഥാനങ്ങളുടെ NDRFിൻ്റെ ഫണ്ടിൽ നിന്ന് SDRFിലേക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് തുക മാറ്റം ചെയ്യപ്പെടുന്നത്. ഇനി അതിനപ്പുറത്തേക്കുള്ള തുകയെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങ് പറയുന്നത് വീടിൻ്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ അത് പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന PDNAയുടെ ഭാഗമായി വരുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഈ സംസ്ഥാന ഗവൺമെൻറ് 19/8/2024 214.68 കോടി രൂപ സംസ്ഥാനത്തിന് വേണം, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കത്ത് കൊടുക്കുന്നത് 19/8-നാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് 153.467 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്ന തുകയുടെ ഏകദേശം 70%-ഓ 80%-ഓ ഒക്കെ കണക്കാക്കിയാണ് ആ തുക അങ്ങനെ അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ 214 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 153 കോടി രൂപ കൊടുത്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PDNAയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത് 2,219 കോടി രൂപയാണ്. ആ 2,219 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുള്ളത് നവംബർ മാസം 13 എന്നുള്ളത് റെക്കോർഡിക്കലാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ പറഞ്ഞതുകൊണ്ടോ, അങ്ങ് പറഞ്ഞല്ലോ അമിത്ഷയോട് യോജിക്കുകയാണോ എന്ന് ശ്രീ നിയാസിനോട് ചോദിച്ചല്ലോ. അമിത്ഷാ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആളെന്നല്ലോ, അങ്ങയുടെ കണക്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് സഹതാപമേ തോന്നുള്ളൂ. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയല്ലേ, ആഭ്യന്തരമന്ത്രി രാജ്യസഭയിലോ ലോകസഭയിലോ കള്ളം പറയുമെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? ഈ സംസ്ഥാനം കൊടുത്തിരിക്കുന്നത് 13 ഓഗസ്റ്റ് 13-നാണെന്നുള്ള കാര്യം എല്ലാവരും ക്ഷമിക്കണം, നവംബർ 13-നാണെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു. ചോദ്യം അതല്ല. നവംബർ 13 നൽകിയ PDNA അനുസരിച്ചുള്ള സഹായം മാത്രമേ കേന്ദ്രം നൽകുകയുള്ളൂ. അതിനു മുമ്പ് കേന്ദ്രത്തിന് കൊടുത്ത നിവേദനമുണ്ട്, അതിനു മുമ്പ് കേന്ദ്രത്തിന് കൊടുത്ത എസ്റ്റിമേറ്റ് ഉണ്ട്. അതനുസരിച്ച്, അല്ലെങ്കിൽ ഈ ദുരന്തം നേരിട്ട് കണ്ട പ്രധാനമന്ത്രിയുണ്ട്, അവർക്ക് ഒരു സഹായം കേന്ദ്രത്തിന് അടിയന്തരമായി നൽകാനില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. നൗഫൽ, ഒറ്റ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ.
അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അതുകൊണ്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു തുക വാരിക്കോരി കണക്കില്ലാതെ കൊടുത്തതായി അങ്ങയുടെ അറിവിലുണ്ടോ? കണക്കില്ലാതെ ആര് കൊടുക്കാനാണ്? കണക്കില്ലാതെ ആരും പൈസ കൊടുക്കില്ലല്ലോ. കണക്കൊക്കെ ഉണ്ടാവും. കണക്കില്ലാതെ കൊടുത്തു എന്ന് പറഞ്ഞില്ല, അടിയന്തരമായി പണം അനുവദിക്കുക എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും NDRFുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളുടെ ഷെയറിൻ്റെയോ വിഹിതത്തിൻ്റെയോ ഭാഗമായി വരുന്ന, ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ മിനിങ്ങാന്നുണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായ ദുരന്തത്തിന് പണം കൊടുത്തില്ലേ എന്ന്. കൊടുത്തു. അത് ഏത് ഫണ്ടിൽ നിന്നാണെന്ന് അങ്ങ് പരിശോധിക്കൂ. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ കൊടുത്ത പണത്തെ സംബന്ധിച്ച്. ആ സംസ്ഥാനത്തിന് NDRFിൻ്റെ ഭാഗമായി SDRFിലേക്ക് കിട്ടേണ്ട പണമാണ് അനുവദിച്ച് കൊടുക്കപ്പെടുന്നത്. അതിൽ നിന്ന് ഒരു പക്ഷേ 50%, 60%, 70%, അത് ആ സംസ്ഥാനം ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കും. അങ്ങനെ കേരളത്തിന് കൊടുത്തതാണ് 50%. അത് അങ്ങനെ കേരളത്തിന് ചെലവഴിക്കാൻ കഴിയുന്ന തുകയാണ് ഏകദേശം 400 കോടി. സനോജ്, ഇപ്പോൾ കൃഷ്ണദാസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, SDRFിന്റെ ഭാഗമായി NDRFിന്റെ ഭാഗമായി കേരളത്തിന് പണം അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പണം വയനാടിന് വേണ്ടി വിനിയോഗിക്കാത്തത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും പണം നിരവധിയായി ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പണവും വിനിയോഗിക്കാത്തത്? കേന്ദ്രത്തിന്റെ സഹായം വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് വയനാട് ദുരന്തം അതിജീവിക്കാൻ SDRFിലെ പണം മാത്രം മതിയോ? SDRFിലെ പണം സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ കൃഷ്ണദാസ് ഇപ്പോൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് വയനാട്ടിലെ ഒരു ചെറിയ ദുരന്തമാണ്, അത് SDRFിലെ പണം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്ന ഇവരുടെ നേതാവായിട്ടുള്ള മുരളീധരന്റെ വാദം ഇവരുടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. യഥാർത്ഥത്തിൽ SDRFിലെ പണം ഇവിടെ ചെലവഴിക്കണമെങ്കിൽ അതിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. ആ SDRFിലെ പണം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഉണ്ടാവുന്ന പലവിധത്തിലുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ പണമാണ്. ആ പണം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമ്മളിപ്പോ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഫണ്ട് കൃത്യമായി നിശ്ചിത ശതമാനമെങ്കിലും ഉപയോഗിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അത് എത്ര എന്നുള്ള ചോദ്യമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടിയില്ല. അതൊട്ടും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എത്ര ഉപയോഗിച്ചു? SDRFിലെ പണം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ. SDRFിലെ പണം ഉപയോഗിച്ചിട്ടുണ്ട്. SDRFിലെ പണം ഉപയോഗിച്ചിട്ടുണ്ട്. SDRFിലെ പണം ജില്ല തിരിച്ച് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നത് കൃത്യമായ ഫോർമാറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് 12-ാം തീയതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 12-ാം തീയതി കൊടുക്കലോ കോടതിയോ മാത്രമല്ല ഇവിടെ ഗൗരവമായ പ്രശ്നം. ഇവിടെ ദുരന്തമുണ്ടായിട്ട് 10ാമത്തെ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നു, കേന്ദ്ര സംഘം അവിടെ എത്തുന്നു. എന്നിട്ട് പ്രാഥമികമായി എന്ത് നൽകി എന്ന ചോദ്യം ഇവിടെ ഇല്ലേ? ഇവിടെ ഇപ്പോൾ വളരെ ഗൗരവമായി നോക്കിക്കഴിഞ്ഞാൽ ത്രിപുരയിലും തെലുങ്കാനയിലും ഉത്തരാഖണ്ഡിലൊക്കെ ഏത് PDNA റിപ്പോർട്ട് പ്രകാരമാണ് ഇവർ പ്രാഥമികമായിട്ടുള്ള പണം കൊടുത്തത്, സഹായം കൊടുത്തത്? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഏത് PDNA റിപ്പോർട്ട് പ്രകാരമുള്ള പണമാണ് കൊടുത്തത്? ഇപ്പൊ കേരളത്തോട് വളരെ കൃത്യമായും രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ സമീപനമാണ് തുടരുന്നത്. ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ പ്രതിനിധി ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെ മുൻനിർത്തി മാത്രം ഈ കാര്യങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് ഒരു കാര്യമാക്കി തിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ ആഗസ്റ്റ് 10-ാം തീയതി പ്രധാനമന്ത്രി വരുന്നു. ആഗസ്റ്റ് 17-ാം തീയതി തന്നെ NDRF മാനദണ്ഡം പ്രകാരം കേരളത്തിന് 1202 കോടിയുടെ അടിയന്തര സഹായത്തിന് ആവശ്യമായിട്ടുള്ള നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം വൈകിപ്പോയോ? എന്തുകൊണ്ട് അടിയന്തര സഹായം ഇവിടെ നൽകിയിട്ടില്ല? പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ ദുരന്തത്തിന്റെ ആഘാതം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു നയാ പൈസ കൊടുക്കണ്ടേ? ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുന്നതാണ് L3 കാറ്റഗറിയിൽ ഈ ദുരന്തപ്പെടുത്തണം എന്നാണ്. L3 കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു? അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കായിരുന്നല്ലോ. L3 കാറ്റഗറിയിൽ പെടുത്തിക്കഴിഞ്ഞാൽ മറ്റ് പലവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭിക്കുമായിരുന്നല്ലോ. അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതെല്ലാം ഇന്നലെ കോടതിയിൽ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അതെല്ലാം നിഷേധിച്ചത്? ഒന്നുമല്ല. ഇപ്പൊ വളരെ കൃത്യമായിട്ടും ആഗസ്റ്റ് 10-ാം തീയതി പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒരു 5 പൈസ പോലും വയനാടുമായി ബന്ധപ്പെട്ട് അനുവദിച്ചില്ല എന്ന കാര്യം കേരളം കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യാണ്. അപ്പൊ അതിനകത്ത് ഓരോരോ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പൊ കോടതിയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ കോടതിയിൽ ഡിസംബർ 12-ാം തീയതി അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും സമർപ്പിക്കും. കണക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ SDRFിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടുണ്ട്, CMDRFിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടുണ്ട്.
ചെലവഴിച്ചില്ല സനോജ്, ഇതൊക്കെ നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകേണ്ട കണക്കുകളല്ലേ? ഈ ദുരന്തം നടന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ കയ്യിൽ കണക്കുകൾ ഇല്ലെങ്കിൽ ഇനിയും അതിന് ദിവസങ്ങൾ വേണമെന്ന് കോടതിയിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ മോശമല്ലേ? നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകേണ്ട ഈ കണക്കുകളൊക്കെ സർക്കാരിന്റെ കൈവെള്ളയിൽ. ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഇവിടുന്ന് കൃഷ്ണദാസൊക്കെ പറയുന്ന പോലെ കമ്പ്യൂട്ടറിൽ ഒരു കുത്തിക്കഴിഞ്ഞാൽ എല്ലാ കണക്കും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 12-ാം തീയതി കേരളം സമർപ്പിക്കാനുള്ള മുഴുവൻ കണക്കും ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം കൊടുക്കും. ഞാൻ 1032 കുടുംബങ്ങൾക്ക് സഹായം STRF-ൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. STRF-ൽ നിന്ന് കൊടുക്കുമ്പോൾ എന്താണ്, 5000 രൂപയാണ് വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി കഴിയുക. 5000 നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടെ എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ STRF-ൽ നിന്നും CMDRF-ൽ നിന്നും ഏതാണ്ട് 20 കോടിയോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യവും CMDRF-ൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ഇതെല്ലാം ഇങ്ങനെ അവിടെ അക്കൗണ്ടിൽ വെച്ചിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു, എന്ന് വിലപിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതൊക്കെ കണക്കുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. ഒരു കണക്കും അങ്ങനെ ഇല്ലാത്ത പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്നാൽ, ഇതുപോലെയുള്ള ഒരു വലിയ ദുരന്തമുണ്ടായി, ഇതിനേക്കാൾ ആഘാതം കുറഞ്ഞ ദുരന്തമുണ്ടായിട്ടുള്ള ത്രിപുരയിൽ, ഇതിനേക്കാൾ ആഘാതം കുറഞ്ഞ ദുരന്തമുണ്ടായിട്ടുള്ള തെലങ്കാനയിൽ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സംസ്ഥാനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ ദുരന്തമോ ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു PDNA റിപ്പോർട്ടുമില്ലാതെ ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കണ്ടതാണ് 17,000 കോടിയാണ് ബീഹാറിന് അഥവാ ഇനി പ്രളയമെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. എന്താ 17,000 കോടി ബീഹാറിന് കൊടുക്കാൻ കാരണം? എന്താ കാരണം? അമിത്ഷായുടെ കസേര ഉറപ്പിക്കണം, നരേന്ദ്രമോദിയുടെ കസേര ഉറപ്പിക്കണം. അതായത് പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ഇവരുടെ ഒന്നും പിന്തുണയില്ലാതെ, ബീഹാറിന്റെ ആന്ധ്രയുടെ ഒന്നും പിന്തുണയില്ലാതെ അധികാരത്തിന്റെ കസേര ഉറക്കില്ല. കേരളം എന്നൊരു പദം പോലും വാക്ക് പോലും അവിടെ ഉച്ചരിച്ചിട്ടില്ല. എന്താ കിട്ടുന്നില്ല. രാഷ്ട്രീയമായ താല്പര്യമാണ്. കേരളത്തെ നിയാസിലേക്ക് പോവുകയാണ്. നിയാസ്, ഇവിടെ പാർലമെന്റിൽ സനോജിന്റെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയും ഒരുമിച്ചാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ നിവേദനം അമിത്ഷാക്ക് കൈമാറുകയും ചെയ്തത്. അന്ന് അമിത്ഷാ അതിന് നൽകിയ മറുപടി നേരത്തെ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി. പക്ഷേ ആ മറുപടിയായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കരുത്, എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നൊക്കെയാണ്. പക്ഷേ ഈ അമിത്ഷായുടെ ഒരു രാഷ്ട്രീയം അതിലുണ്ട് എന്ന് കോൺഗ്രസിന് തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് അമിത്ഷാക്കെതിരെയുള്ള ഒരു വിമർശനം പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളിൽ ഉണ്ടാകാതെ പോയത്? നോക്കൂ, നമ്മൾ ഇക്കാര്യത്തിൽ ഈ 30-ാം തീയതി ഈ തന്നെ, അതായത് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അന്ന് രാത്രി തന്നെ രാഹുൽ ഗാന്ധി ലോകസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇക്കാര്യം ഉന്നയിച്ചതാണ്. അടിയന്തര സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, കേന്ദ്രസേന, അത് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷവും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇക്കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ലേ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്? അത് പോയത് ഇപ്പോഴും ഞാൻ ഈ ഫ്ലോറിൽ ഏറ്റവും ആദ്യം ഞാൻ ഉപയോഗിച്ച സെൻറ്റൻസ് എന്താ? കേന്ദ്രം പ്രത്യേക പാക്കേജായി ഇവിടെ ഈ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ ആ പാക്കേജ് നടത്തിയേ മതിയാവൂ. അതിന് മറ്റൊരു തരത്തിലും ഇവർ കണക്ക് കൊടുത്തില്ല എന്ന് വിചാരിക്കാം. അടിയന്തര ധനസഹായം അവർ കൊടുക്കാമല്ലോ. അടിയന്തര ധനസഹായം കൊടുത്ത് അന്തിമമായി എടുത്ത കണക്കിൽ അത് വകവെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല. രണ്ടാമത് അങ്ങ് ചോദിച്ചൊരു ചോദ്യം നൗഫലെ, അത് പ്രസക്തമാണ്. ഇപ്പം ഞങ്ങളെന്തോ കുഴപ്പം കാണിച്ചു എന്ന രീതിയിലാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ പറയട്ടെ, തുടക്കം മുതൽ ഞങ്ങൾ ഈ ദുരന്തമുണ്ടായപ്പോൾ ഗവൺമെൻറ് കൂടെയല്ലേ? തുടക്കം മുതൽ ഗവൺമെൻറ് ഈ കണക്ക് കൊടുത്തത് പോലും, കണക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പോലും ഞങ്ങൾ സർക്കാരിനെ എതിർക്കാൻ തയ്യാറായില്ലല്ലോ. സർക്കാർ എല്ലാ കാര്യത്തിലും സർക്കാരിനൊപ്പമായിരുന്നു. എല്ലാ കാര്യത്തിലും സർക്കാരിനൊപ്പമായി എന്ന് പറഞ്ഞാൽ ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ ഞാൻ കണക്കൂട്ടിയപ്പോൾ 130-ാമത്തെ ദിവസമാണിന്ന്. 130-ാമത്തെ ദിവസം. ഈ 130 ദിവസമായിട്ട് എൻ്റെ സനോജെ ഇവിടെ STRF ഒക്കെ അവിടെ നിൽക്കട്ടെ, NDRF ഒക്കെ നിൽക്കട്ടെ, അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എല്ലാവരും ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒറ്റയാന്മാരായി അല്ലെങ്കിൽ 1-2 പേർ മാത്രമായി ഒരു കുടുംബമായി കഴിയുന്ന ആളുകളോട് ഗവൺമെൻറ് കൊടുത്തൊരു ഉത്തരവാദിത്തമില്ലേ? അത് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ അവർക്ക് താമസിക്കാൻ 10,000 രൂപ കൊടുക്കാൻ എത്ര പേർക്ക് നിങ്ങൾ കൊടുത്തു? മാസത്തിൽ അവരുടെ വാടക കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് എത്ര മാസം കൊടുത്തു?
അവർക്ക് 300 രൂപ വീതം അവർക്ക് തൊഴിലിന് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല. ഞാൻ പറയട്ടെ, അല്ല അങ്ങനല്ല, നിങ്ങളത് പറയട്ടെ. അല്ല കൊടുക്കുന്നില്ല സനോജ്. ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ജില്ലയ്ക്ക് തൊട്ടടുത്താണ്, അതിർത്തിയിലാണ് ഈ സംഭവം. കേക്ക് സനോജെ, ഞാൻ സനോജ് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ സനോജ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ വ്യക്തമായി ആധികാരികമായി അവിടുത്തെ ഒരു മിനിറ്റ് MLA ആയ സിദ്ദീഖ് അവിടെ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായി. കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും SDRF ഉൾപ്പെടെയുള്ള ഏത് കണക്കിൽ നിന്നായാലും ദുരന്തം തന്നെയല്ലേ. എന്തുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? രണ്ടാമത്തത് 6000 ലഭിക്കാത്തത് ആർക്കാണ്? ഒരു മാസം കൊടുത്തുള്ളൂ. 3 മാസമായി കൊടുക്കാൻ ബാക്കിയുണ്ട്. 3 മാസമായി കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് കേരളത്തിലെ നിയമസഭയിൽ അവിടുത്തെ MLA പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഉടനെ കൊടുക്കും. നിയമസഭ കഴിഞ്ഞിട്ട് 30 ദിവസമായില്ലേ? നിയമസഭയിൽ ഞങ്ങൾ അവതരിപ്പിച്ച് 30 ദിവസമായില്ലേ? മാസവാടക 6000 രൂപ സർക്കാർ. സനോജെ, ഞാനിത് ആധികാരികമായി താങ്കൾക്ക് അവരുടെ ഈ താമസിക്കുന്ന മൊഴി നിങ്ങൾ 6000 രൂപ കിട്ടാത്ത ആളുകളെ നിങ്ങൾ കൊണ്ടിരുത്തു. ഞങ്ങളിത് കൃത്യമായി അവരുടെ പേര് വിവരങ്ങൾ വെച്ച് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതല്ലേ. നിങ്ങളിത് ഈ എല്ലാം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടാണോ? ഈ ദുരന്തത്തിൻ്റെ തീവ്രത കണ്ടാണ് 582 കോടി രൂപ ഇന്ത്യയിലെ വിവിധ ലോകത്തുമൊക്കെയുള്ള ആളുകൾ സംഭാവന തന്നത്. അത് വയനാടിന് വേണ്ടി മാത്രമായി തന്നത്. ആ തുകയെങ്കിലും ചെലവഴിക്കാൻ നിങ്ങൾക്ക് എന്താ അത് ബുദ്ധിമുട്ട്? അവിടെ കുടിവെള്ളത്തിന് പോലും ക്ഷാമമുണ്ടായ എന്റെ സഹോദരൻ 300 രൂപ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ആളുകൾക്ക് 300 രൂപ ഒരു ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഒരു മാസമായി കൊടുത്തു, പിന്നെ നിങ്ങൾ കൊടുക്കാതിരുന്നത് എന്താ? അതിനെന്ത് കാരണമാണ്? അതിന്റെ കാരണമുണ്ട്. എടുക്കാൻ അറിയില്ല നിങ്ങൾക്ക്. രണ്ടാമത്തത് ദുരന്തമുഖത്ത് നിങ്ങൾ വിറങ്ങലിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ല. കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരാൾക്ക് പോലും കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിലെ കുറ്റം. നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാ. ഈ രാജ്യത്ത് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ കേന്ദ്രവിരുദ്ധം നിങ്ങൾ കേന്ദ്രവിരുദ്ധം പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസമില്ല. പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അവര് കേന്ദ്രത്തിലെ ഇതാണ് CPM-മാരുടെ സ്ഥിര സ്വഭാവം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കണക്ക് കൊടുക്കാത്തതിന് കേന്ദ്ര ഗവൺമെന്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് കണക്ക് കിട്ടാത്തതിന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ കണക്ക് നോക്കാതെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ കണക്ക് കൊടുക്കണ്ടേ? 130 ദിവസമായി സംഭവം നടന്നിട്ട് ഇതുവരെയും കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കൊടുത്ത കണക്കിൻ്റെ കണക്ക് ഞാനിപ്പോൾ പറയണോ? നിങ്ങളുടെ ജനറേറ്ററിൻ്റെ പേരിൽ 8 കോടി, അവിടെ ആംബുലൻസിൻ്റെ പേരിൽ 12 കോടി, അവിടെ 75,000 രൂപ ശവം ക്രിമേഷന് വേണ്ടിയിട്ട് 75,000 രൂപ. ഇതൊക്കെ നിങ്ങൾ കൊടുത്ത കണക്കുകളല്ലേ? ഈ കണക്കുകളൊക്കെ കണക്കുകളല്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞു ഇത് എസ്റ്റിമേഷൻ ആണ്. എന്റെ പ്രിയപ്പെട്ട സനോജെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കാൻ അറിയില്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ല. പാവപ്പെട്ടവരുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കേന്ദ്രത്തിനെതിരായി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സാധാരണ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കാശുണ്ടല്ലോ, ആരോടും കണക്ക് പറയണ്ടല്ലോ. നിങ്ങൾക്ക് ജനങ്ങൾ തന്ന പൈസ അല്ലേ, അതിൽ നിന്നെങ്കിലും എടുത്ത് ചെലവഴിച്ചൂടെ? ഇപ്പം നിങ്ങളെന്താ ചെയ്യുന്നത്? ഈ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ കണ്ടുകിട്ടാത്ത ആളുകളെ ഒന്നും വേണ്ടല്ലോ, അവരെ മരണപ്പെട്ടതായി പ്രഖ്യാപിക്കാൻ നടപടിക്രമങ്ങൾ എടുക്കാമല്ലോ. അവർ ഇനി തിരിച്ചു വരാത്തവരാണ്, അവരെ ബോഡി കിട്ടാത്തതാണ്, നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയാത്തതാണ്. അതെങ്കിലും പറഞ്ഞാൽ അവർക്ക് അവർക്ക് ഈ റിലീഫിൻ്റെ ഫണ്ടിൻ്റെ ഭാഗമായി നാമമാത്ര തുകയെങ്കിലും ആ കുടുംബത്തിന് കിട്ടുമായിരുന്നല്ലോ മരണപ്പെട്ടതിൻ്റെ പേരിൽ. അതുപോലും ചെയ്യാൻ തയ്യാറാവാതെ കേന്ദ്രം എന്ന് പറഞ്ഞ് എത്ര കാലമാണ് നിങ്ങൾ ആളുകളെ പറ്റിക്കുക? കേന്ദ്രം തരേണ്ടതാണ്, ഞങ്ങൾ വീണ്ടും പറയുന്നു, കേന്ദ്രം തരേണ്ടതും അതിനുവേണ്ടി ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇതുവരെയും അവിടെ ദുരിതാശ്വാസ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾക്ക് നടക്കാൻ എന്താ ബുദ്ധിമുട്ട്? കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് വെച്ച് തുടങ്ങാമല്ലോ. ബാക്കി അവർ തന്നില്ലെങ്കിൽ നാട്ടുകാർ സഹായിക്കും.
ഞങ്ങൾ പറഞ്ഞല്ലോ 100 വീട് എടുത്തു തരാമെന്ന്. നിങ്ങൾ അതിനുള്ള സംവിധാനം പോലും നിങ്ങൾ എടുക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങൾക്ക് ദുരന്തമുഖത്ത് നിങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്ന നിങ്ങളുടെ സ്വഭാവമാണ്. ഇന്ത്യയുടെ പ്രധാന പി കൃഷ്ണദാസ്, ഓഗസ്റ്റ് 17-നാണ് സംസ്ഥാനം ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അത് കേന്ദ്ര സംഘം എത്തി അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുന്നത്. 1202 കോടി രൂപയുടെ സഹായം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. പിന്നീട് PDNA റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നവംബർ 13-ന് അടുത്ത റിപ്പോർട്ട് PDNA സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ 2000-ൽ പരം കോടിയുടെ ആവശ്യം കൃത്യമായ കണക്ക് പ്രകാരം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പണം അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ സഹായം നൽകാൻ കേന്ദ്രത്തിന് മുന്നിലുള്ള തടസ്സം എന്താണ്? നിലവിലുള്ള SDRF ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണോ ഈ ഫണ്ട് കേരളത്തിന് അനുവദിക്കാത്തത്? ശ്രീ നൗഫൽ, അതുകൊണ്ടല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഞങ്ങൾ പൈസ കൊടുത്തു, വാടക കൊടുത്തു, ഞങ്ങൾ പണം കൊടുത്തു, 20 കോടി കൊടുത്തു, 10 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒരു ചെറിയ കണക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ജനങ്ങൾ ആകെ കൊടുത്തിട്ടുള്ള തുകയുടെ കണക്കുകളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ 675 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, ഒന്ന് താഴ്ത്തി കാണിക്കൂ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള തുക. അതിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ള തുക 7.65 കോടി രൂപയാണ് നാളിതുവരെ. അത് ഇന്ന് നോക്കുമ്പോൾ, ഇത് മിനിങ്ങാന്നത്തെ കണക്കാണ്, ഇത് ഇന്ന് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിരിക്കുന്ന തുക ഇന്നത്തെ തീയതി വെച്ച കണക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇന്നത്തെ തീയതി വെച്ച കണക്കിൽ അത് 679 കോടി രൂപയായി. ഇത് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടിൽ ആകെ ചെലവഴിച്ചത് 7.65 കോടി രൂപ. 672 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും ചെലവഴിക്കണ്ട. എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് 2 കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു പോയി. ശ്രീ നൗഫൽ എന്നോട് ചോദിച്ചതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തോട് പറഞ്ഞത് അതൊരു എക്സാജറേറ്റഡ് എമൗണ്ട് ആണ് എന്നുള്ള ചർച്ചകൾ വന്ന സമയത്ത് അത് കണക്കുകൾ അല്ല, അത് യഥാർത്ഥത്തിലുള്ള കണക്കുകളല്ല, അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ 19/8/2024 214 കോടി രൂപയുടെ അടിയന്തര സഹായം ആവശ്യപ്പെട്ടതും 153 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചതും. നൗഫൽ എന്നോട് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയുകയാണ്. ശ്രീ സനോജ് പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് കണക്കുകളില്ലാതെ പറയാം, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ കണക്കുകൾ വച്ചുകൊണ്ട് പറയണ്ടേ? 31/7/2024 ശ്രീ നൗഫൽ എന്ന് പറഞ്ഞാൽ ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ പിറ്റേ ദിവസം സംസ്ഥാനത്തിന് കിട്ടിയത് 145 കോടി രൂപ, 1/10 കിട്ടിയത് 145 കോടി രൂപ, 16/11 കിട്ടിയത് 153 കോടി രൂപ. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ കണക്കുകൾ, പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ PDNA പ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് 2219 കോടി രൂപ ആണെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നേരെ തിരിച്ചാണ് ശ്രീ നൗഫൽ. അത് ഏകദേശം ഒരു 4000 കോടിയോ 5000 കോടിയോ സംസ്ഥാനം ആവശ്യപ്പെടണമായിരുന്നു. എന്താ ഇവർ ഇത്ര കുറച്ച് ആവശ്യപ്പെടുന്നത്? ഇത്ര കുറച്ചാണോ കേരളത്തിന് വേണ്ടി ആവശ്യപ്പെടേണ്ടത്? അപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 10,000 കോടി കൊടുത്തില്ലേ, 20,000 കോടി കൊടുത്തില്ലേ, തെലങ്കാനയ്ക്ക് 16,000 കോടി കൊടുത്തില്ലേ, ബീഹാറിന് അമിത്ഷയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി 16,000 കോടി കൊടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് 2,000 ആക്കിയത്? നമുക്കെന്തുകൊണ്ട് 4,000 ചോദിച്ചുകൂടായിരുന്നു? ഇനി രണ്ടാമത്തെ ഒരു വശത്തിലേക്ക് ഞാൻ വരാൻ, ശ്രീ നൗഫൽ പറഞ്ഞ കാര്യത്തിലേക്ക്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കേണ്ടതാണോ അല്ലെങ്കിൽ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇനി സംസ്ഥാനത്തിൻ്റെ കയ്യിൽ SDRF ഫണ്ട് ഇരിക്കുന്നതുകൊണ്ട് കൊടുക്കുന്നില്ലേ എന്ന് അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം 2 കാര്യങ്ങളാണ് നൗഫൽ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഈ PDNA പദ്ധതി അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാർക്കൊപ്പം തന്നെ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിരന്തരമായി അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും കേന്ദ്രത്തിൻ്റെ സേനയടക്കം കേന്ദ്രസേനയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അടക്കം വയനാട്ടിൽ വരികയും അതിൻ്റെ നടപടികളും പദ്ധതികളും ഒക്കെ നടപ്പാക്കുകയും ചെയ്തതാണ്. ഇനി അതെല്ലാം പോകട്ടെ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം എത്ര മന്ത്രിസഭാ യോഗം നടന്നു കേരളത്തിൽ? എത്ര തവണ നിയമസഭ ചേർന്നു? ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും നിയമസഭയ്ക്കകത്തോ പുറത്തോ, ഇനി അതല്ല
മന്ത്രിസഭാ യോഗത്തിൻ്റെ ഭാഗമായോ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഇത്ര കോടി രൂപയുടെ പാക്കേജ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഞങ്ങളൊരു 500 കോടിയുടെ 600 കോടിയുടെ വേണ്ട 100 കോടിയുടെ ഒരു പാക്കേജ് ഞങ്ങൾ അതിനുവേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി 2 എസ്റ്റേറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും താങ്കളുടെ മറുപടിക്ക് പകരമാകുന്നില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് പകരമാകുന്നത് എങ്ങനെയാണ് ശ്രീ പി കൃഷ്ണദാസ്? ഞാൻ ചോദിച്ചത് കേന്ദ്രം എപ്പോൾ ഈ സഹായം നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതിനുള്ള മറുപടി ആകുന്നില്ലല്ലോ ഈ ഉത്തരം. 13/11 ഒരു പദ്ധതി സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ അറിവിൽ ആ പദ്ധതിക്കകത്ത് അത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന് സ്ഥലം കണ്ടെത്തുക, അതിൻ്റെ പദ്ധതി പാക്കേജ് ഉണ്ടാക്കുക, അതിനുവേണ്ടി വീടുകൾ നിർമ്മിക്കാനോ ഇനി അതല്ല മറ്റേതെങ്കിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, ഇത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട പദ്ധതിയാണ്. ഇതിൽ അങ്ങയുടെ അറിവിൽ ഇതെന്ന് കൊടുക്കണമെന്നാണ് 13-ാം തീയതി കൊടുത്ത പദ്ധതി എന്നത്തേക്ക് കൊടുക്കണമെന്നാണ് അങ്ങയുടെ അറിവിലുണ്ടാവുക? ഇതിന്റെ PDNA എന്ന് പറയുന്നത് ആ അസസ്മെന്റ് തയ്യാറാക്കുന്നത് വിദഗ്ധരെ കൂട്ടി അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് PDNA. ആ PDNA തയ്യാറാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 മാസം വേണം. ആ 3 മാസമെങ്കിലും മിനിമം അതിന് വേണ്ടേ? ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് ശ്രീ നൗഫൽ, 3 മാസം ആയിക്കോട്ടെ, 3 മാസം എടുത്ത് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട്, അതിൻ്റെ പദ്ധതി, അതിനുള്ള പണം എപ്പോൾ കൊടുക്കണമെന്നാണ് അങ്ങയുടെ അറിവെന്താണ് അതിനെ സംബന്ധിച്ച്? അതല്ലെങ്കിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് അതിനെ സംബന്ധിച്ച്? എന്ന് കൊടുക്കണം? എത്ര ദിവസം കൊണ്ട് കൊടുക്കണം? അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടല്ലോ അമിത്ഷാ തീരുമാനമെടുക്കുന്നത്. എന്റെ ചോദ്യം നിങ്ങളോടാണ്, എപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? അല്ല, എനിക്കല്ല മറുപടിയല്ലേ ഞാൻ പറഞ്ഞത്. 13/11 കൊടുത്തിട്ടില്ല ഒരു പദ്ധതിയെ സംബന്ധിച്ച്, അതിന് ഏറ്റെടുക്കേണ്ട സ്ഥലത്തെ സംബന്ധിച്ച് 1 സെന്റ് സ്ഥലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വീട് പണിയാനുള്ള സ്ഥലം ചോദിച്ച പണം എവിടെ? ആഗസ്റ്റ് 17 ചോദിച്ച പണം എവിടെ? നിങ്ങൾ എന്റെ സർക്കാർ ആവശ്യപ്പെട്ട LK കാറ്റഗറിയിൽ പെടുത്താത്തത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. നൗഫൽ അല്ല, ചോദ്യമൊക്കെ ഞാൻ അങ്ങ് ചോദിക്കാന്ന്, നിങ്ങളോട് ഞാനും ചോദിക്കാമല്ലോ. അന്ന് കൊടുത്ത പദ്ധതിയുടെ ആ മെമ്മോറാണ്ടം ഉണ്ടല്ലോ, അന്ന് കൊടുത്തു എന്ന് അങ്ങീ പറയുന്ന മെമ്മോറാണ്ടം, വലിയ വായിൽ പറയുന്ന മെമ്മോറാണ്ടം, അത് പിൻവലിച്ചു സർക്കാർ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അത് എസ്റ്റിമേറ്റ് മാത്രമായിരുന്നു, എസ്റ്റിമേറ്റിനപ്പുറത്തേക്ക് വേറൊന്നുമല്ല. എസ്റ്റിമേറ്റാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എവിടെ കണക്ക്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പദ്ധതി ഉള്ളത്? അതാണോ നിങ്ങളുടെ ആവശ്യം? ഞാൻ അങ്ങയുടെ ഒരു സംസാരത്തിലും കയറി ഇടപെട്ടില്ല. ശ്രീ അങ്ങ് നിരന്തരമായി കയറി ഇടപെട്ടു. പ്രധാനമന്ത്രി ഒരു സ്ഥലം സന്ദർശിച്ചതിന്റെ ആഘാതം ബോധ്യപ്പെട്ടാൽ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കാൻ അനുവദിക്കും. ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ താങ്കൾ ഒന്ന് വഴങ്ങും. ഒറ്റ ചോദ്യം അദ്ദേഹം ചോദിച്ചോട്ടെ. വഴങ്ങണ്ട. ഞാൻ വഴങ്ങുന്നില്ലെന്നേ. അല്ലല്ല, വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വഴങ്ങുന്നില്ല. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനങ്ങ് പറയാമെന്നേ. അല്ല, ഞാൻ അങ്ങ് പറയാമെന്നേ. അങ്ങനെ അയാളുടെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അതുകൊണ്ടാണ് ചോദിക്കാതെ അറിയാമല്ലോ എന്താ ചോദിക്കാൻ പോണത്. വേണ്ടെന്ന് ചോദിക്കാതെ അറിയാം. പ്രധാനമന്ത്രി വന്നിട്ട് എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യമല്ലേ. ഞാൻ അതുകൊണ്ട് ആദ്യമേ ചോദിച്ചു. കേരളത്തിൽ എത്ര മന്ത്രിസഭാ യോഗം നടന്നു? എത്ര കാലം ജനങ്ങളുടെ ചോദ്യത്തെ തടയാൻ കഴിയും? എൻ്റെ സഹോദര, അങ്ങ് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതുകൊണ്ട് അങ്ങയോട് ചോദിച്ചത്. അങ്ങേക്ക് അവസരം കിട്ടുമ്പോൾ അങ്ങേക്ക് പറയാൻ ധാരാളം സമയം കിട്ടിയല്ലോ. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ. അങ്ങ് നിരന്തരമായി ശല്യപ്പെടുത്തിയല്ലോ. ഞാൻ പറയുന്നത്, കേരളത്തിൽ എത്ര മന്ത്രിസഭാ യോഗം നടന്നു? അതിലേതെങ്കിലും ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇത്ര കോടി രൂപയുടെ ഒരു പദ്ധതി ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടോ? ഇനി രണ്ടാമത്തത്, പ്രധാനമന്ത്രി വന്നു, അതിനുശേഷം കൊടുത്ത പണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. 145 കോടി രൂപ 31/7, അതിനുശേഷം 1/10 145 കോടി രൂപ, 153 കോടി രൂപ 16/11. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ചെലവഴിച്ചു എന്ന് പറയുന്ന പണമാണ് ഞാൻ പറഞ്ഞത്. 145 കോടി രൂപയെ നാളിതുവരെ ആകെ ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് വീണ്ടും പ്രധാനമന്ത്രി വന്നു പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമന്ത്രി വന്നു പോയി 2200 കോടി രൂപയുടെ പദ്ധതി കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം എത്രയാണ് കിട്ടാൻ പോകുന്നതെന്ന്. സമയമായിട്ടില്ലല്ലോ, 13-11 കൊടുത്തിട്ടുള്ളൂ. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇതേ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും കേരളത്തിലെ 4-5 മന്ത്രിമാരും സ്ഥിരമായി അവിടെ താമസിച്ചിരുന്നല്ലോ. എന്നിട്ട് അവരെല്ലാം പോയി മന്ത്രിസഭാ യോഗം നടത്തിയിട്ട് എത്ര കോടി രൂപ കേരളത്തിൻ്റെ തനത് വിഹിതമായി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ തീരുമാനിച്ചു?
ചെലവഴിക്കണ്ട, നിങ്ങളിപ്പോൾ ചെലവഴിക്കണ്ട. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് അതിനുള്ള അർഹതയില്ലല്ലോ. അത് കിട്ടാനുള്ള അർഹത സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും കിട്ടാനുള്ള അവകാശം കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇല്ലല്ലോ. അവർക്കത് കിട്ടണ്ട. നിങ്ങൾ ധർണ നടത്തിക്കോളൂ, നിങ്ങൾ പ്രക്ഷോഭം നടത്തിക്കോളൂ, നിങ്ങൾ ഹർത്താൽ നടത്തിക്കോളൂ, അതെല്ലാം നടത്തിക്കോളൂ. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഒരു പണവും ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിക്കണ്ട. ശ്രീ കൃഷ്ണദാസ്, എനിക്ക് 2 പേരിലേക്ക് കൂടി പോകണം. സമയം നമുക്ക് വളരെ കുറച്ചുള്ളൂ. സനോജ്, വളരെ കൃത്യമായി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനതാ കാണിച്ചത്. യെസ്, ക്ലിയർ ആണ്. ശ്രീ സനോജ്, താങ്കൾ മറുപടി പറയേണ്ട 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, SDRF, ഈ 2 ഫണ്ടിലും പണം ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതായത് ഇപ്പൊ ചെലവഴിക്കുന്ന പണം പിന്നെ എവിടെ നിന്നാണ്? ഇപ്പം മാസം 6000 രൂപ വെച്ച് 2 വർഷം കണക്കാക്കി കൊടുക്കുകയാണ്. ഏത് ഫണ്ടിൽ നിന്നാണ് ചെലവഴിക്കുന്നത്? എന്റെ അവസരമാണ്, എന്റെ അവസരമാണ്. നിങ്ങൾക്ക് വഴങ്ങുന്നില്ല. എന്റെ അവസരമാണ്. തടസ്സപ്പെടുത്തണ്ട. അങ്ങനെയാണ് നിങ്ങൾ പറയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ അക്ഷരം പറയില്ല. വേണ്ട, വഴങ്ങുന്നില്ല. SDRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, CMDRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇപ്പോ ഈ കേരളത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. SDRFിൽ നിന്ന് പണമെടുത്തിട്ടുണ്ട്, CMDRFിൽ നിന്ന് പണമെടുത്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതിന്റെ എല്ലാം കൃത്യമായ കണക്കുണ്ട്. മാസം 6000 കൊടുക്കുന്നത്, മാസം 6000 കൊടുക്കുന്നത് ഒരു വീട്ടിൽ ഒരു ദിവസം 300 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതെല്ലാം ഈ ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെ ഇപ്പോ പറയട്ടെ, CMDRF കൊടുക്കുന്നുണ്ട്. അല്ല, SDRFിന്റെ ഫണ്ടിൽ നിന്നല്ലാതെ, SDRFിന്റെ ഫണ്ടിൽ നിന്ന് അല്ല, അതാ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്. SDRFിന്റെ ഫണ്ടിൽ നിന്നല്ലാതെ സംസ്ഥാനത്തിന്റെ ചെലവഴിക്കുന്നുണ്ടോ? കൃഷ്ണദാസ്, താങ്കൾ ഒരേ ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. സനോജ് മറുപടി പറയുന്നുണ്ട്. സനോജ് സംസാരിക്കട്ടെ. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. SDRFിൽ നിന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പണം ചെലവഴിക്കാൻ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പണം ചെലവഴിച്ചാൽ നിങ്ങൾ ഉടൻ തന്നെ പറയും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇതാ പണം ചെലവഴിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അത്രമാത്രം ആത്മാർത്ഥത വയനാട്ടിലെ ജനതയോടുണ്ടെങ്കിൽ നിങ്ങൾ ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് അയച്ചു കൊടുക്കൂ. എന്നിട്ട് അന്തസ്സോടെ പറയൂ, ഇതാ SDRFിന്റെ മാനദണ്ഡത്തിൽ വയനാടിന് വേണ്ടി ഞങ്ങൾ ഇതാ മാറ്റം വരുത്തിയിരിക്കുന്നു. എനിക്ക് അത് പറയാൻ കഴിയാത്തത്. പിന്നെ കേരളം ഇവിടെ ആവശ്യപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് 219 കോടിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണം. 219 കോടിയാണ് ആവശ്യപ്പെട്ടത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണം ആവശ്യപ്പെട്ടു. ആ 219 കോടിയിൽ എത്ര കോടി കൊടുക്കാൻ പറ്റും? 1 കോടി പോലും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ 1202 കോടിയുടെ ആവശ്യം ഉന്നയിച്ചു. അതും കൊടുത്തിട്ടില്ല. കാറ്റഗറിയിൽ പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതും കൊടുത്തിട്ടില്ല. ഈ പാവപ്പെട്ട വയനാട്ടിലെ ആളുകളുടെ ലോൺ എഴുതിത്തള്ളാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞു. അതും നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവിടെ അയച്ചിട്ടുള്ള വ്യോമസേനയുടെ വിമാനത്തിന് 153 കോടി വാടക ഇനത്തിൽ അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് അടക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. 153 കോടി കേന്ദ്രത്തിലേക്ക് അങ്ങോട്ട് അടക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഇലക്ട്രിക് കാറ്റഗറി എന്തുകൊണ്ട് ശ്രീ കൃഷ്ണദാസ്, തുടർച്ചയായി താങ്കൾ ഇടപെടല്ലേ? അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, തുടർച്ചയായി ഇടപെടല്ലേ? അദ്ദേഹം സംസാരിക്കട്ടെ. ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു. ഇപ്പൊ സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കി. പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ MLA-മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ആ പ്രമേയത്തെ അനുകൂലിച്ചു. ആ പ്രമേയത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ആ കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ആ പ്രമേയത്തെ തന്നെ തള്ളിക്കളയുന്ന വിധത്തിലാണ് ഇപ്പൊ PM നിയാസ് പറയുന്നത്. അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വളരെ കൃത്യമായിട്ടും ആ പ്രമേയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ്, ആ പ്രമേയത്തിലെ ആവശ്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ സമരം ആരംഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ഈ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നു ഈ PD എന്നെ കൊടുക്കാൻ വൈകിപ്പോയി എന്നാണ്.
ആദ്യം മുതൽ പലതരത്തിലുള്ള കളവ് ഇവിടെ അവതരിപ്പിച്ചത്, പലതരത്തിലുള്ള വിദണ്ഡ ന്യായങ്ങൾ അവതരിപ്പിച്ചു. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ വൈകിപ്പോയി, നേരത്തെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ വിവരം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഈ പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് പല വിധത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരോടും കേരളം ഗുരുതരമായ അലംഭാവം കാണിച്ചിരിക്കുന്നു എന്ന് എഴുതണം എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നല്ലോ. പിന്നീട് പറഞ്ഞു ഇതാ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അങ്ങോട്ട് കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒടുവിൽ പറയുന്നു PDNA വൈകിപ്പോയി എന്ന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ത്രിപുരയിൽ, തെലങ്കാനയിൽ, ഉത്തരാഖണ്ഡിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരെപ്പോഴാണ് PDNA കൊടുത്തത്? PDNA കൊടുക്കാതെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തില്ലേ? മറ്റൊരു കാര്യം ഞാൻ പറയാം, PDNA വൈകിപ്പോയി എന്നല്ലേ പറയുന്നത്. PDNA വൈകിപ്പോയി എന്ന് പറയുന്ന ആളുകൾ ഉത്തരാഖണ്ഡിൽ 2023 ജനുവരിയിൽ ദുരന്തമുണ്ടായി. PDNA റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് എപ്പോഴാണ് കൊടുത്തത്? 2023 സെപ്റ്റംബറിലാണ് കൊടുത്തത്. കേരളം 3 മാസം കൊണ്ട് PDNA കൊടുത്തു. ആ PDNA കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. വളരെ കൃത്യമായ വിശകലനം ആവശ്യമുണ്ട്, വിദഗ്ധരായിട്ട് ആളുകളുടെ ഉപദേശങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്ത് കൊടുക്കലല്ല. ചുരുങ്ങിയത് 3 മാസമെങ്കിലും എടുക്കും. ആ കാലതാമസം മാത്രമേ കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൂ. സിക്കിമിൽ 2023 ഒക്ടോബർ 4 ദുരന്തമുണ്ടായി. PDNA കൊടുത്ത് 2024 ജൂണിലാണ്. 2023 ദുരന്തമുണ്ടായിട്ട് 2024 ജൂണിലാണ് സിക്കിം കൊടുക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ദുരന്തമുണ്ടായി. 2023 ജൂലൈയിലുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള PDNA സമർപ്പിക്കുന്നത് 2023 ഡിസംബറിലാണ്. അത്രയും കാലതാമസം എടുത്തോ കേരളം കൊടുക്കാൻ? അത്രയും കാലതാമസം എടുത്തോ? പിന്നെ എന്തിനാണ് കേരളത്തോട് നിങ്ങൾ ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത്? നിങ്ങളിങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഘട്ടത്തിലും ഓരോ കാരണങ്ങൾ പറയുന്നു. ഇപ്പോൾ ഒടുവിൽ പറയുന്ന കാരണം PDNA. ഇന്നിതാ ഇപ്പോ ഒരു കാരണം കൂടി കിട്ടിയിരിക്കുന്നു. കോടതിയിൽ, ഹൈക്കോടതിയിൽ നമുക്ക് നിയാസിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം പറയും. 12-ാം തീയതി കണക്ക് സമർപ്പിച്ചാൽ നിങ്ങൾ എന്ത് കാരണം പറയും? ഇത് വയനാട്ടിലെ ജനതയോടുള്ള, കേരളത്തോടുള്ള കൊടിയ അവഗണനയാണ്, മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ്. സമരത്തിൽ അണിനിരക്കേണ്ടി വരുന്ന അനുഭവമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്? അത് എന്തിനാണ്? കേരളം ഇന്ത്യയിലല്ലേ? സനോജ് പറയുന്നത് കേട്ടു, കൃഷ്ണദാസ് പറഞ്ഞത് കേട്ടു. നിയാസ് പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടി പറഞ്ഞു. ഒരു 30 സമയമില്ല. നിയാസ് നേരത്തെ പറഞ്ഞു, നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തെ ചൂണ്ടിക്കാണിച്ച് അതുമായി ബന്ധപ്പെട്ട ചെലവ് എന്ന് വീണ്ടും നിയാസ് ഇവിടെ ഒരു മടിയില്ലാതെ അവതരിപ്പിക്കുകയാണ്. ഞാൻ അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് പുറ്റിങ്ങൽ ദുരന്തമുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെയാണ്, ഇതേ മാനദണ്ഡ പ്രകാരം അതിലേക്കൊന്നും പോകാൻ സമയമില്ല. സോറി, ക്ഷമിക്കണം. ഏറ്റവും ഒടുവിലായി ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിക്കും. വേറെ ഒരു വ്യത്യാസവും എന്റെ പ്രിയപ്പെട്ട CPM പ്രതിനിധി, ഞാൻ പറയട്ടെ സനോജ്, നിങ്ങൾക്ക് ഇങ്ങനെ സനോജ് ഞാൻ പറയട്ടെ ഇതെന്റെ അവസരമാണ്. സനോജ് ഇങ്ങനെ വാളെടുത്ത് വെളിച്ചപ്പാടായിട്ട് കാര്യമില്ല. പ്രവർത്തിക്കാൻ അറിയില്ലെങ്കിൽ, ഭരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് അവസ്ഥ. ഇപ്പം താങ്കൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ അവസാനിപ്പിക്കാം. സുനാമി എന്നൊരു പ്രതിഭാസം ലോകത്തും കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ആൾനാശവും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും ഉണ്ടായി. അന്ന് കേരളം ഭരിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് താങ്കളൊന്ന് പഠിക്കണം, താങ്കളുടെ മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്രം തരേണ്ടതാണ്. കേന്ദ്രം ഒരു കണക്കുമില്ലാതെയും അടിയന്തര സഹായം നൽകേണ്ടതാണ്. ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കാൻ പറ്റുമോ? മറിച്ച് നമ്മളതിനുള്ള സോഴ്സ് കണ്ടെത്തി ആ പാവപ്പെട്ട ആളുകൾക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം കണ്ടെത്തിക്കാൻ ഉമ്മൻചാണ്ടിയുടെ UDFന്റെ മാതൃക എവിടെയുണ്ട്? നിങ്ങൾക്ക് ആ മാതൃകയില്ല. ആ മാതൃകയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം പറയാം, വേദന അനുഭവിക്കുന്നതിന് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്ന് വീണ്ടും ഈ ചർച്ചയും തെളിയിക്കുകയാണ്. വളരെ നന്ദി സനോജ്, PM നിയാസ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.